ഫ്രണ്ട്സ്, കൊച്ചിൻ ഹനീഫയെ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? അദ്ദേഹത്തിന്റെ ധാരാളം കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വളരെ മികച്ചതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇത് ചിലപ്പോൾ എന്റെ മാത്രം ചിന്താഗതിയായിരിക്കാം, അറിയില്ല. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒക്ടോബർ 27 പ്രദർശനത്തിനെത്തിയ ക്രൈം ത്രില്ലർ മൂവിയാണ് ക്രൈം ഫയൽ. എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ്. സുരേഷ് ഗോപിയും സിദ്ദിഖും വിജയരാഘവനും സംഗീതയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു അത്. അതിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫയും ചെറിയൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. ജമാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമായിരുന്നു അദ്ദേഹം അഭിനയിച്ചത്. ഒരുപാട് ഹിറ്റ് പടങ്ങൾ അദ്ദേഹം അതേ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. എന്നാൽ ക്രൈം ഫയൽ സിനിമയിൽ അദ്ദേഹം വളരെയധികം ഒതുങ്ങിപ്പോയ പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് വലിയ റോളില്ല അതിനകത്ത്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും ആ ഒരു പവർ ഇല്ല, അദ്ദേഹത്തിന് അധികം ഡയലോഗ്സ് ഇല്ല. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചിലപ്പം ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കാം, അത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. അതേസമയം തന്നെ 1999 ഓഗസ്റ്റ് 10 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പത്രം. അതിനകത്ത് നല്ല ശക്തനായ ഒരു പോലീസ് ഓഫീസറായിരുന്നു പുള്ളി കാഴ്ചവെച്ചത്. അത് നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു പുള്ളി അതിനകത്ത് അഭിനയിച്ചത്. അതൊക്കെ നല്ല പവർഫുൾ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് എന്ത് പറ്റി ഇദ്ദേഹത്തിനെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ സിനിമ കാണുന്ന സമയമെല്ലാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, ഞാൻ വീണ്ടും പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ ഇത്രയും ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തൊരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്തപ്പോൾ അത് എനിക്ക് എന്തോ ഒരു നെഗറ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ അദ്ദേഹത്തെ എന്ത് കഥാപാത്രമാണെങ്കിലും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇങ്ങനെ ചെറിയൊരു വേഷമാണെങ്കിലും അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയുള്ള ഈ കലാകാരന്മാരെ നമുക്ക് മടിക്കാതെ വിളിക്കാം, കലയെ തൊട്ടറിഞ്ഞ കലാകാരൻ എന്ന്. അദ്ദേഹത്തിന് നഷ്ടം അത് ഒരുപാടാണെന്ന് പല സിനിമകളും കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമ തന്നെ ഒരുപാട് തീരെ നഷ്ടത്തിലേക്കാക്കിയ ഒന്നാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഒരിക്കലും മരിക്കാതെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ മലയാളി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്.